നമസ്കാരം. പെരികമന ശ്രീനാഥ നമ്പൂതിരിയാണ്. 2024 ഡിസംബർ മാസം 22 മുതൽ 29 വരെയുള്ളതായ ഞായർ മുതൽ ഞായർ, അതായത് ഇന്ന് മുതൽ അടുത്ത ഞായറാഴ്ച വരെയുള്ളതും ധനുമാസം 1200 കൊല്ലം, ധനുമാസം 7 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിലും അതോടൊപ്പം തന്നെ സപ്തമി തിഥിയിലൂടെ ആരംഭിച്ച് ചന്ദ്രൻ്റെ സഞ്ചാരം ചതുർദശി വരെ ആ ബലക്ഷയത്തിലേക്ക് സഞ്ചരിക്കുന്ന ആ ഒരു കാലഘട്ടം, ഉത്ര നക്ഷത്രം മുതൽ ഏറെക്കുറെ വിശാഖ നക്ഷത്രം വരെ സഞ്ചരിക്കുന്നതായ ഒരു വാരം. ഇത് തന്നെ മതി ധാരാളം മാറ്റങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ഗ്രഹസഞ്ചാരങ്ങളുടെ ഓരോ വാരത്തിലുള്ള ശ്രദ്ധയാണ് വാരഫലം. വാരഫലത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അശ്വതി, ഭരണി, കാർത്തികക്കാലടങ്ങുന്ന മേടക്കൂറുകാരുടെ വാരഫലത്തെയാണ്. മേടക്കൂറുകാരുടെ 4-ാമത്തെ കഴിഞ്ഞ് 5-ാമത്തെ രാശി മുതലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് മേടക്കൂറുകാരുടെ അഷ്ടമ രാശി വരെ ചന്ദ്രൻ്റെ ഒരു സഞ്ചാരം, ഇതിൻ്റെ ഇടയിൽ തന്നെ ഈ ഒരു വാരത്തിൽ ഗുളികൻ്റെ സഞ്ചാരം ഈ ഒരു രാശിയിലൂടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ബലക്ഷയങ്ങൾ ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു വാരം തന്നെയാണ് മാറുക. മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഭൗതിക ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഒരു 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 അമിതമായ ടെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിലും മറ്റൊക്കെ ചിലപ്പോൾ ഒരു കോൺഫിഡൻസ് കുറവ് പോലെ നിങ്ങൾക്ക് തോന്നാം. അത് ആ ഒരു ഗുളികൻ്റെ സഞ്ചാരം വരുന്നത് കൊണ്ടാണ്. 12-ാം ഭാവപതിയായ വ്യാഴം 2-ൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. സാമ്പത്തികമായ പുരോഗതി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിലും വാഹനാദി വിഷയങ്ങളിലൊക്കെ ഒരു അനുകൂല സ്ഥിതി ആ മേടൻ രാശിക്കാർക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ക്രയവിക്രയങ്ങളിലൂടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരവും കൂടിയാണ്. സന്താന വിഷയങ്ങളിൽ വളരെ അനുകൂല സ്ഥിതിയാണ്. ആരോഗ്യ കാര്യങ്ങളിൽ അല്പസ്വല്പം ബുദ്ധിമുട്ടുകൾ, ലേശം ക്ലേശങ്ങൾ, അതായത് പ്രത്യേകിച്ച് രക്ത സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവാം. അതൊക്കെ ഒന്ന് മനസ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കാം. അതിനൊക്കെ സാധ്യത കാണുകയാണ്. പ്രത്യേകിച്ച് മധ്യവയസ്സിന് മുകളിലുള്ളവരും ചെറിയ കുട്ടികളായിട്ടുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി പ്രതീക്ഷിച്ചതുപോലെ മേടക്കൂറുകാർക്ക് കിട്ടില്ല. പഠിക്കുന്നതിനും പഠിച്ചു കഴിഞ്ഞ് ജോലി ശ്രമിക്കുന്നവർക്കൊക്കെ ഒരു തടസ്സം ഉണ്ടാവാനുള്ള ഒരു വാരം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണ ഒരു ഈശ്വരാധീനം വന്നു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണെന്ന് മനസ്സിലാക്കാം. കർമ്മ സംബന്ധമായും അതോടൊപ്പം വിദേശ സംബന്ധപ്പെട്ടിട്ടുള്ള യാത്രകളിലും മേടക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ ഒരു വാരത്തിൽ അനുകൂല സ്ഥിതിയായിട്ട് നമുക്ക് മനസ്സിലാക്കണം. ജോലിപരമായ കാര്യങ്ങളിൽ, അതായത് തൊഴിൽ സംബന്ധപ്പെട്ട് എന്ത് തൊഴിലാവട്ടെ, നിത്യവേതനത്തിന് ജോലി ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ സാലറി ആയിട്ടുള്ള ആൾക്കാരാവാം, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു സമാധാനമാണ് ഈ ഒരു വാരത്തിൽ മേടക്കൂറുകാർ പ്രതീക്ഷിക്കേണ്ടത്. ആരോഗ്യപരമായ കാര്യത്തിൽ പൊതുവെ ഈ ഒരു വാരത്തിൽ മനസ്സിനൊരു സന്തോഷസ്ഥിതി തന്നെയാണ്, ലാഭകരമായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ്. അനാവശ്യമായിട്ടുള്ള അനാരോഗ്യമായ വാക്കുകളും പ്രവൃത്തികളും നമ്മൾ കേൾക്കാനും നമ്മളിൽ നിന്ന് മറ്റുള്ളവർ കേൾക്കാനുള്ള ഒരു യോഗം ആ ഒരു ശനിയുടെ 11-ാം ഭാവത്തിൽ നിന്ന് 12-ലേക്കുള്ള ഒരു സഞ്ചാര സമയമാണിത്. കുംഭൻ രാശിയിൽ നിന്നും നവംബർ മുതൽ ശനിയുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അത് മേടക്കൂറിലേക്ക് വരെ ചെന്ന് എത്തുന്ന ഒരു ഫലമാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് മാർച്ച് വരെ. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ കരുതി ഈശ്വര വിചാരം ചെയ്ത് ശനിയാഴ്ച ദിവസം ക്ഷേത്ര ദർശനം ചെയ്ത് വ്യാഴാഴ്ച ദിവസം വിഷ്ണു സഹസ്രനാമം ചെയ്ത് അതോടൊപ്പം തന്നെ ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന, പുഷ്പാഞ്ജലികളൊക്കെ നിങ്ങൾക്ക് യഥാശക്തി സാധിക്കുന്നവർ ചെയ്യുക. നാരങ്ങ വിളക്ക് കത്തിക്കാൻ സാധിക്കുക. വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് നെയ്വിളക്കൊക്കെ കത്തിച്ച് അർച്ചന ചെയ്യാൻ സാധിക്കുന്നവരില്ലേ. ഇപ്പം നമ്മൾ അലങ്കാരത്തിന് വേണ്ടി പുഷ്പങ്ങളൊക്കെ വീട്ടിലില്ലാത്ത, പൂക്കളില്ലാത്ത വീടൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു ഗാർഡനെങ്കിലും നമുക്ക് വേണം അമ്മമാർക്ക് എന്നാണ്. അങ്ങനെ അതിലുണ്ടാവുന്ന പുഷ്പങ്ങളൊക്കെ നമുക്ക് ഭഗവത് അർപ്പണത്തിനാണ് ഈ പുഷ്പങ്ങൾ പറയുന്നത്, അർച്ചനയ്ക്ക് മാത്രമാണ്. ആ ഒരു സ്മരണ നമുക്ക് ഉണ്ടാവാത്തതിൻ്റെ പൂർണ്ണത കുറവാണ്. അത് പൂർത്തീകരിച്ച് നമുക്ക് നേടിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ ഒരു ആഴ്ചയിൽ തന്നെ ഏകാദശി വ്രതമൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൻ്റെ ആരോഗ്യവും ശാരീരിക ആരോഗ്യവും ചേർന്നിരിക്കട്ടെ നിങ്ങൾക്ക് മേടക്കൂറുകാർക്ക്. കാർത്തിക മുക്കാല്, രോഹിണി, മകീരത്തിൻ്റെ ആദ്യഭാഗങ്ങൾ അടങ്ങുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഇടവക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ അവരുടെ ഈശ്വരാധീന കാര്യം അറിയാലോ. സർവേശ്വരകാരകനായ വ്യാഴം
ഭാഗ്യസ്ഥാനപതിയായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഒട്ടുമിക്ക കാര്യങ്ങളിലും വളരെയധികം ശ്രേയസ്സാണ് പറയേണ്ടത്. എങ്കിൽ അതിനൊരു ഒരു ഒരു പൂർണ്ണതക്കുറവിനാണ് അഷ്ടമശനി, കണ്ടകശനി എന്ന് പറയുന്ന ദോഷങ്ങൾ നമ്മൾ പൊതുവെ ചിന്തിക്കാറ്. അതുകൊണ്ട് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കണ്ടകശനി ദോഷം നടക്കുന്നത് കൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ ഒരു മഹാബല സാന്നിധ്യം ഉണ്ടെങ്കിൽ തന്നെയും പൂർണ്ണത കിട്ടാൻ കുറവാണ്. മാനസികമായ ആരോഗ്യം അകാരണമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അമിതമായ ചിന്തകൾ വന്നുകൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അകാരണമായ ഒരു എന്താ പറയുക ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരാനും ഒക്കെ ഒരു കാരണമുള്ളതാണ് ഈ ഒരു കാലഘട്ടം. രക്ത സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ, അതോടൊപ്പം തന്നെ ശിരോരോഗങ്ങൾ വന്നേക്കാവുന്നതാണ് ഈ ഇടവക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്ക്. പ്രത്യേകിച്ച് തലവേദന പോലുള്ളത് വിട്ടുമാറാതെ സ്ത്രീജനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യത്തിനൊരു ക്ഷയം പോലെ, ഒരു ക്ഷീണം പോലെ തോന്നിയേക്കാം. ഇതിനൊക്കെ ഈ ചൊവ്വ 3-ാം ഭാവത്തിൽ 12-ാം ഭാവാവധിയായി നടക്കുന്നത് കൊണ്ട് തോന്നാം. സഹോദര സൗഹൃദ ബന്ധങ്ങളിൽ അകാരണമായ അശ്രദ്ധ കൊണ്ടുണ്ടാവുന്ന വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ പ്രണയ ദാമ്പത്യ ജീവിതത്തിലുള്ളവർക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു സ്ഥിതിയായിട്ട് നമുക്ക് മനസ്സിലാക്കണം. ആ ബുധൻ, 2-ാം ഭാവപതിയായ ബുധൻ 7-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഇടവക്കൂറുകാർക്ക് ശനിയൊക്കെ ഉണ്ട് എങ്കിൽ തന്നെയും ഈ ഒരു വ്യാഴത്തിൻ്റെ ഒരു സാന്നിധ്യം, ദൃഷ്ടിയൊക്കെ 7-ാം ഭാവത്തിലേക്ക് വരുന്നത് കൊണ്ട് പ്രണയ സാഫല്യം ഉണ്ടാവും. അതോടൊപ്പം തന്നെ പ്രണയിതാക്കൾ ഒന്നുകൂടി മനസ്സുകൊണ്ട് ഒരു സന്തോഷത്തിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടമായിട്ട്, അതോടൊപ്പം ദാമ്പത്യ ജീവിതത്തിലുള്ളവർ തമ്മിലും ഒരു ഐക്യതയൊക്കെ തോന്നുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഇടവക്കൂറുകാർക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. കർമ്മ സംബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ നീങ്ങി വരുന്നത് കാണാം. അപ്പം വിദേശ സംബന്ധപ്പെട്ടിട്ടുള്ള യാത്രകളിലും അനുകൂല സ്ഥിതിയാണ്. വിദ്യാഭ്യാസ കാര്യത്തിലും വളരെയധികം അനുകൂല സ്ഥിതിയാണ്. ആരോഗ്യ കാര്യത്തിൽ മധ്യവയസ്സിന് മുകളിലുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ശനി ദോഷ പരിഹാരാർത്ഥം ശനിക്ഷേത്ര ദർശനം ചെയ്യുക, നീരാഞ്ജനം ചെയ്യുക. അതോടൊപ്പം തന്നെ വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്ര ദർശനം, യഥാശക്തി നിങ്ങൾക്ക് പറ്റുന്ന വഴിപാടുകളൊക്കെ, ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമമൊക്കെ നിങ്ങളൊന്ന് മനസ്സുവെച്ച് ഹൃദിസ്ഥമാക്കി പാരായണം ചെയ്യുക. അതൊക്കെ ഹൃദിസ്ഥമാക്കി ജപിക്കുന്നു കഴിഞ്ഞാൽ വളരെയധികം മാനസികമായ ആരോഗ്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ. മകീര്യം, തിരുവാതിര, പുണർന്ന നക്ഷത്രങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് മിഥുനക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക് 6-ാം ഭാവത്തിൽ രാശിനാഥനായ ബുധനും 12-ാം ഭാവത്തിൽ വ്യാഴവും സഞ്ചരിച്ചിരിക്കുന്നത് കൊണ്ട് പൊതുവെ ഒരു ഗുണകരമായ കാര്യങ്ങൾ വന്നു ചേരണമെങ്കിൽ നന്നേ പ്രയത്നിക്കണം എന്നാണ്. നല്ലതുപോലെ ഈശ്വര എന്ന ഭാവം ഉണ്ടെങ്കിലേ ഈ ഒരു വാരത്തിൽ സന്തോഷം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുള്ളൂ. എല്ലാ കാര്യത്തിലും ഒരു അകാരണമായ തളർച്ചയും ക്ഷീണവും, പറയുന്ന വാക്ക് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അതോടൊപ്പം തന്നെ സാമ്പത്തികമായ ഇല്ലായ്മയും, അതോടൊപ്പം തന്നെ ക്രയവിക്രയത്തിൽ കൊടുക്കൽ വാങ്ങലിലൊക്കെ വല്ലാത്ത തരത്തിലുള്ള ഒരു ക്രമക്കേടൊക്കെ വന്നു ചേരാനുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരത്തിൽ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് കാണാൻ വേണ്ടി സാധിക്കുക. അങ്ങനെയെങ്കിൽ തന്നെയും ഈ ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിൽ അന്യായപ്പെട്ടിട്ടുള്ള കേസുവകകളും മറ്റും വന്നു ചേരാനും, അല്ലെങ്കിൽ പണ്ടുള്ള കേസുവകകളൊക്കെ ഒന്ന് വീണ്ടും വരാനും, അങ്ങനെ മാനസികമായിട്ട് എന്തിനു പറയണു ഒരു സ്വസ്ഥത നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിഷമിക്കേണ്ട. അതിനുള്ള പരിഹാരങ്ങളായി ബുധക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, ശ്രീകൃഷ്ണ അഷ്ടോത്തരം നിങ്ങൾ നിത്യം ജപിക്കുക. ഈ ഒരാഴ്ച നിത്യം പുസ്തകം നോക്കി വായിക്കുക, 5 മിനിറ്റേ വേണ്ടൂ. അത് തന്നെ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജി തരും. അതോടൊപ്പം തന്നെ ശനിക്ഷേത്ര ദർശനം നിങ്ങൾ ചെയ്യാൻ സാധിക്കണം. അങ്ങനെ ഈ ഒരു വാരത്തിൽ ഭഗവത് വിചാരം കൂടുതൽ ചെയ്യേണ്ടി വരുന്ന ഒരു വാരവും കൂടിയാണ്. സഞ്ചാരം കൊണ്ട് ആരോഗ്യ ക്ലേശങ്ങളും വിഷമങ്ങളും അലസതയൊക്കെ വന്നു ചേരാം. യാത്രകളൊന്നും പൂർണ്ണമായി ശുഭകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചെന്ന് വരില്ല. എങ്കിലും നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി നീങ്ങുക. ശനിക്ഷേത്ര നീരാഞ്ജനവും ഈ വിഷ്ണു സഹസ്രനാമവും ദേവീക്ഷേത്ര ദർശനമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു പൂർണ്ണത കിട്ടും. ഇതൊക്കെ രാവിലെ ചെയ്തിട്ട് ദിവസത്തെ ആരംഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കുക. അതോടൊക്കെ അമ്മമാരൊക്കെ ആണെങ്കിൽ ഏകാദശി വരുന്നുണ്ട്, ഏകാദശി നൊയമ്പൊക്കെ എടുക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. അതൊക്കെ ഈ ആഴ്ചയിൽ തന്നെ ബുധനാഴ്ച വ്യാഴാഴ്ചയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ചേർത്ത് വെച്ചാൽ ആ ഒരു മനസ്സ് അതിലേക്ക് ചേർന്ന് പോകും. അതോടെ ഇത്ര ദുഃഖങ്ങൾ ഉണ്ടാവില്ല. മിഥുനക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാരുടെ ആരോഗ്യസ്ഥിതി, നേത്രരോഗങ്ങൾ വരാം, രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾക്കുള്ള സാധ്യത, അതോടൊപ്പം തന്നെ ദന്തരോഗങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുണ്ട്. രക്ത സംബന്ധപ്പെട്ടുള്ള അസുഖം
ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങാൻ സാധിക്കണം മിഥുനക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച്. പുണർദം, പൂയം, ആയില്യ നക്ഷത്രങ്ങളടങ്ങുന്ന കർക്കിടകൂറുകാരെ സംബന്ധിച്ച് കർക്കിടകൂറുകാരുടെ വ്യാഴം അനുകൂല സ്ഥിതി 11ാം ഭാവത്തിലായതുകൊണ്ട് അഷ്ടമശനി ദോഷം ഉണ്ടെങ്കിൽ തന്നെയും ആ ഒരു കർമ്മ മേഖലയിൽ ഒരു ബലാബലത്തോടു കൂടി നീങ്ങാനാണ് സാധ്യത. വേണമെന്ന് വെച്ചാൽ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഭാഗം തന്നെ നോക്കാൻ പറ്റില്ല. അത് എല്ലാ കാര്യത്തിലാണ്. അവനവൻ്റെ ശാരീരികമായിട്ടുള്ള കാര്യം മുതൽ അവനവൻ്റെ വ്യവഹാരത്തിൽ വരെ ഈ ഒരു അവസ്ഥ കാണാൻ സാധിക്കും. ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളത്. ഗുണമുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഗുണമില്ല, എന്നാൽ ദോഷം എന്ന് പറയാൻ ആരോടൊട്ടും ഇല്ലേനും. അങ്ങനെയുള്ള ഒരു മിശ്രാവസ്ഥയിലാണ് കർക്കിടകൂറുകാർ ഈ ഒരു വാരത്തിൽ സഞ്ചരിക്കുക. സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവും, എല്ലാത്തിലുമുള്ള ഉത്സാഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. പൂർത്തീകരിച്ച് കിട്ടാൻ ഈശ്വരാധീനം നല്ലതുപോലെ ചേർത്ത് വെക്കണം. അതോടൊപ്പം തന്നെ 7ാം ഭാവത്തിലുള്ള ശുക്രൻ പ്രണയ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ ഇതൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. വിവാഹിതരായവരെ സംബന്ധിച്ച് വളരെയധികം മാനസികമായ ഐക്യത കിട്ടുന്ന ഒരു കാലം. അതോടൊപ്പം പ്രണയിതാക്കളെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടു പോകുന്ന ഒരു കാര്യം. വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ച് ചേർന്ന് വരാനുള്ള ഒരു കാലഘട്ടമൊക്കെയാണ് ഈ ഒരു വാരം. ഇല്ലേ, കല്യാണം ശരിയാവുക എന്നൊക്കെ പറഞ്ഞ ഒറ്റ ഒരു ഫോൺ കോൾ വന്നു കഴിഞ്ഞ കാര്യം ഓക്കെ ആയിരുന്നു. അതുപോലെ അത്ര കണ്ട് വിവാഹമൊക്കെ അങ്ങനെ ഒരു യോഗമാണ്, പെട്ടെന്നാണ് അത് എത്തിച്ചേരുക, അതൊന്നും നമ്മുടെ നിശ്ചയമല്ല. അതുപോലെയുള്ള ഒരു നല്ലൊരു അവസരമാണ് ഈ ഒരു വാരത്തിൽ ഈ കർക്കിടകൂറുകാരെ സംബന്ധിച്ച്. കർമ്മ മേഖലയിൽ പുരോഗതിയാണല്ലോ. വിദേശയാത്ര സംബന്ധപ്പെട്ടിട്ടുള്ളതും വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ അനുകൂല സ്ഥിതി തന്നെയാണ്. ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നേടിയെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ജോലിയായി കഴിഞ്ഞാൽ തന്നെയും. അതോടൊപ്പം പഠിപ്പിൻ്റെ കാര്യത്തിലായാലും ശ്രദ്ധയാണ് പൂർത്തീകരിക്കേണ്ടത്. ശ്രദ്ധ മനസ്സിനെ ഉറച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക, ശനിക്ഷേത്ര ദർശനം ചെയ്യുക, ശനീശ്വരൻ്റെ നാമം നിത്യം മുടങ്ങാതെ ജപിക്കാൻ വേണ്ടി സാധിക്കണം. നമ്മളത് ആർക്കോ വേണ്ടിയിട്ടല്ല, അത് ചെയ്തു നോക്കിയിട്ട് നമുക്കില്ല എന്ന് പറയണം. അങ്ങനെ ആരും ഇതുവരെ വന്നിട്ടുമില്ല. പല ആൾക്കാർ ഇതൊന്നും ഫലമില്ല എന്ന് പറയുന്നവരൊക്കെ ഉറപ്പാണ്, അത് ആലോചിക്കണ്ട. അവരിത് മെനക്കേടില്ല, അവർ പറയാനേ നിൽക്കുള്ളൂ. ചെയ്തവർ പിന്നീട് അത് പറയാൻ നിൽക്കില്ല. കാര്യം എന്തെങ്കിലും ഒരു ഫലം കിട്ടാതിരിക്കില്ല. അതാണ്, ചെറിയ ചെറിയ ഫലങ്ങൾ കിട്ടിത്തുടങ്ങും. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുക. അല്ലാതെ പൂർണ്ണഫലം എന്നുദ്ദേശിക്കുന്നത് ആ ഒരു മനസ്സിലൊരു അതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടും എന്നാണ്. ആ ഒരു ഭഗവത് വിചാരം ചെയ്യുമ്പോൾ അത് ചേർത്ത് വെച്ചാൽ കർക്കിടകൂറുകാർക്ക് ദുഃഖങ്ങൾ മാറി അനുകൂല സ്ഥിതി വരും. ശനീശ്വരനെ നല്ലതുപോലെ പ്രാർത്ഥിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം നടത്താൻ സാധിക്കുക, അതോടൊപ്പം തുളസിമാലകൾ ചാർത്തുക, നെയ്വിളക്ക് സമർപ്പിക്കുക. ഇതൊക്കെ വളരെയധികം നല്ലതാണ്. ഇതൊക്കെ ചേർത്ത് വെക്കുക കർക്കിടകൂറുകാർ. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യഭാഗങ്ങളടങ്ങുന്ന നക്ഷത്രങ്ങൾക്ക് ഈ ഒരു വാരത്തിൽ രാശിനാഥനായ ആദിത്യൻ 5ാം ഭാവത്തിൽ അനുകൂല സ്ഥിതിയിൽ സഞ്ചരിക്കണു. അതോടൊപ്പം തന്നെ 6ാം ഭാവത്തിൽ ശുക്രനും 7ൽ ശനിയും. 10ാം ഭാവത്തിൽ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം വളരെയധികം അനുകൂല സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കർമ്മ മേഖലയിൽ വളരെയധികം പുരോഗതി ആദ്യം പറയട്ടെ. അതോടൊപ്പം ആദിത്യൻ്റെ സ്ഥിതി വ്യാഴക്ഷേത്രത്തിൽ വന്നതോടുകൂടി വളരെയധികം 5ാം ഭാവപതിയും അഷ്ടമാധിപതിയാണെങ്കിൽ കൂടി അവിടെ ആദിത്യൻ്റെ ഒരു സ്ഥിതി, ഇതിനൊക്കെ ഒരു ലഭ്യതയാണോ പറയേണ്ടത് ആ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. എങ്കിൽ ശനിയുടെ ഈ 7ാം ഭാവത്തിലുള്ള ഒരു ദൃഷ്ടി അത് എല്ലാ കാര്യത്തിലും ഒരു വിഘ്നങ്ങളും ഒരു തടസ്സങ്ങളും ഒരു നീട്ടിവെക്കലും അതൊക്കെ വരുത്തി തീർക്കാനാണ് സാധ്യത. പ്രത്യേകിച്ച് 7ാം ഭാവത്തിൻ്റെ ചിന്തകളായിട്ടുള്ള വിദേശ യാത്രകളാവട്ടെ, ജോലി കാര്യങ്ങളാവട്ടെ, അതിനുള്ള ചർച്ചകളാവട്ടെ, അതിനൊക്കെ നീങ്ങിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം വിദ്യാഭ്യാസ കാര്യത്തിലും അനുകൂല സ്ഥിതിയാണ് ഈ ഒരു വാരത്തിൽ കാണാം. അങ്ങനെ ഒട്ടുമിക്ക ഗുണങ്ങളും കുറച്ചൊരു വിഷമങ്ങളും നേരിടാനുള്ള സാധ്യതയാണ് ഈ ഒരു ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. എങ്കിൽ കുറേയധികം അവരുടെ ആരോഗ്യ കാര്യത്തിൽ മാറ്റം വരുന്നതായിട്ട് കാണാം. സ്ത്രീജനങ്ങൾക്ക് കുറച്ചൊക്കെ ഉദരരോഗങ്ങളും പാദരോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഈ ഒരു വാരത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാം. അതോടൊപ്പം ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ വ്യാഴത്തിൻ്റെ ഒരു അനുകൂലം കൊണ്ട് കുറേ നാളായിട്ട് ജോലി കിട്ടാത്തവർക്കൊക്കെ ജോലി കിട്ടിച്ചേരുന്നതിനുള്ള ഒരു യോഗഭാഗ്യം നമുക്ക് ചിന്തിച്ച് നീങ്ങാൻ സാധിക്കണം. ശനിക്ഷേത്രം നീരാഞ്ജനം ചെയ്യാൻ സാധിക്കുക, ശനീശ്വരന് വഴിപാടുകൾ ചെയ്യാൻ സാധിക്കുക, തദ്ദേശ ക്ഷേത്രങ്ങളും തദ്ദേശ വഴിപാടുകളും ഒക്കെ നിങ്ങൾക്ക് ആചരിച്ചാൽ തന്നെ ധാരാളമായി. ഓരോ നാട്ടിലും ഓരോ വഴിപാടാണ്.
അത് ഇന്ന് തന്നെ എന്ന് ശാഠ്യം പിടിക്കേണ്ട. എന്തായാലും നമ്മുടെ മനസ്സാണ് അതിൽ പൂർത്തീകരണം വരുത്തേണ്ടത് എന്ന് എപ്പോഴും ഓർക്കാൻ സാധിക്കട്ടെ. ഓരോരുത്തർക്കും ഒന്ന് പ്രാർത്ഥിക്കണം. വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം ചെയ്യാൻ സാധിക്കുക, അതോടൊപ്പം ആഞ്ജനേയ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒട്ടുമിക്ക തടസ്സങ്ങൾ നീങ്ങാനും കർമ്മമേഖലയിലുള്ള തടസ്സങ്ങൾ ഉള്ളവർ നീങ്ങുന്നതിനും ആരോഗ്യക്ലേശങ്ങൾ നീങ്ങുന്നതിനും ഒക്കെ ആരോഗ്യ പുഷ്ടിക്കൊക്കെ ഹനുമാൻ സ്വാമിയുടെ ആരാധന വളരെയധികം നല്ലതാണ്. ഈ ചിങ്ങക്കൂറിൽ പെട്ടിട്ടുള്ളവർക്ക് അത് ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ. ഉത്രം, അത്തം, ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യഭാഗം അടങ്ങുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച് കന്നി രാശിയിൽ തന്നെ കേതുവിൻ്റെ ഒരു സ്ഥിതിയും 3-ൽ ബുധൻ്റെ ഒരു രാശിനാഥൻ്റെ ഒരു സ്ഥിതിയും, അതൊരു വിക്രമാവസ്ഥയാണെങ്കിലും കർമ്മരാശിക്കാരനാണെങ്കിലും അതുകൊണ്ട് തന്നെ കർമ്മ സംബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ ക്ലേശങ്ങളെന്ന് പറയാലോ. അതോടൊപ്പം തന്നെ പുതുതായി ആരംഭിച്ച ജോലികളിലൊക്കെ ആണെങ്കിൽ ചെറിയൊരു ബുദ്ധിമുട്ട്, മടുപ്പൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് തന്നെയാണ് വിദ്യാഭ്യാസ കാര്യത്തിലും ഉണ്ടാവുക. പൊതുവെ മാനസികമായിട്ടുള്ള ഒരു ഉന്മേഷം പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാ കാര്യത്തിലും ഒരു ക്രമക്കേട് വന്നുകൂടാതെ ഇല്ല. തീരുമാനം നീങ്ങിപ്പോവാതിരിക്കാൻ സാധ്യതയില്ല. ചിലപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ നേരെയാവാൻ സാധ്യതയില്ല. ഇതൊന്നും മറ്റുള്ളവരുടെ കുറ്റായിരിക്കില്ല. ഈ കൂറിനെ സംബന്ധിച്ച് ഈ രാശിയുടെ ഒരു സഞ്ചാരഗതി കൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് ഇത് പൂർണ്ണമായിട്ട് അങ്ങനെ ഒരു യോഗം ഉണ്ടാവാം, ചില കൂട്ടർക്ക് അത് ഉണ്ടായില്ല. അത് മാറ്റില്ല. എങ്കിൽ തന്നെയും ഈ കന്നിക്കൂറിൽ പെട്ടിട്ടുള്ളവരൊന്ന് സ്വന്തം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരു കാര്യമാണ്. എങ്കിൽ അവരെ സംബന്ധിച്ച് മുഖ്യമായ ഒരു ആനന്ദം എന്നുള്ളത് വാഹനാദി വിഷയങ്ങളിലും ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ലാഭങ്ങളും ഒട്ടുമിക്ക ആൾക്കാർക്കും അത് വന്നു ചേരുന്നതാണ്. ഭവന സംബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണങ്ങൾ, അത് ആലോചിക്കുക, തുടങ്ങുക, ഇങ്ങനെയൊക്കെ പല തരത്തിലാണ് ഓരോരുത്തരുടേത് മുടങ്ങിപ്പോയിട്ടുള്ളത്. അതൊക്കെ പൂർത്തീകരിക്കാനുള്ള യോഗം കൂടുതലാണ് ഈ ഒരു കന്നിക്കൂറുകാരെ സംബന്ധിച്ച്. തീരുമാനങ്ങളൊക്കെ അതിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ, പ്രാർത്ഥിക്കണു. അതോടൊപ്പം തന്നെ ആരോഗ്യ കാര്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പലതരത്തിലുള്ള അകാരണമായ നമ്മൾ തന്നെ അശ്രദ്ധ കൊണ്ട് വരുത്തി വെക്കുന്ന രോഗങ്ങൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ ജലവസ്ത്ര അതൊക്കെ നമ്മുടെ ഇത് ബുദ്ധിമുട്ട് വരുത്തിക്കുന്നതാണ്. അതാണ് അകാരണം അശ്രദ്ധ കൊണ്ടൊക്കെ വരാൻ സാധ്യത. ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാൻ സാധിക്കുക. ഈ കന്നിക്കൂറുകാർ പ്രത്യേകിച്ച് ഈ ഒരു വാരത്തിൽ വ്യാഴത്തിൻ്റെ അനുകൂലം 9-ാം ഭാവത്തിൽ 4-ാം ഭാവപതിയും 7-ാം ഭാവപതിയും വൃത്തികാരകനായ ആ വ്യാഴമാണ് 9-ാം ഭാവത്തിൽ, ഭാഗ്യസ്ഥാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ ഒരു അനുകൂല സ്ഥിതിയെ പ്രതീക്ഷിച്ച് നമുക്ക് നീങ്ങാൻ സാധിക്കണം. മറ്റുള്ള ദുഃഖങ്ങളൊക്കെ അതുവഴി നീങ്ങുന്നതാണ്. സർവേശ്വരകാരകനായ വ്യാഴത്തെ നവഗ്രഹ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ പോയി ദർശിച്ച് നല്ലതുപോലെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാൻ സാധിക്കുക. നമ്മുടെ അർത്ഥനകൾ തടസ്സം വരാതിരിക്കാൻ വേണ്ടി വിഘ്നവിനായകനായ ഗണപതിയെ ആ ഉദയരാശിയിലേക്ക് കേതുവിനെ സങ്കല്പിച്ച് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും മനസ്സിനുള്ള തടസ്സം, നമുക്ക് മനസ്സിനെ ഭേദിച്ചിരിക്കുന്ന ആ ഒരു വിഷയം നമുക്ക് മാറിക്കിട്ടും. തടസ്സങ്ങൾ അത്തരത്തിൽ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം, ഗണപതി ഹോമം ചെയ്യാൻ സാധിക്കുക. വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക, ശനിക്ഷേത്ര ദർശനം, ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് മാറ്റം. ശനിക്ക് എണ്ണ അഭിഷേകം ചെയ്യുക, അതോടൊപ്പം തന്നെ ശനീശ്വരന് എണ്ണ വിളക്ക് കത്തിക്കാൻ സാധിക്കുക, എള്ള് സമർപ്പിക്കാൻ വേണ്ടി സാധിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ആരോഗ്യപരമായ ആ ഒരു ക്ഷീണം കുറക്കുന്നതിന് കാര്യമായിട്ടാണ് ജ്യോതിഷത്തിൽ പറയുക. ഇത് ചേർത്ത് വെക്കാൻ ഈ കന്നിക്കൂറുകാർക്ക് സാധിക്കട്ടെ. ചിത്തിര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യ പാദങ്ങളടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിലുള്ള വ്യാഴത്തിൻ്റെ ഒരു സഞ്ചാരവും അതോടൊപ്പം തന്നെ 5-ാം ഭാവത്തിലുള്ള ശനിയുടെ ഒരു സഞ്ചാരവും പൊതുവെ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടാണ്. ഈശ്വരാധീനത്തെ ശ്രദ്ധിച്ച് നീങ്ങുന്നവരെ സംബന്ധിച്ച് ദുഃഖങ്ങളില്ലാതെ നീങ്ങാം. കാര്യം എന്താ, ആ വ്യാഴം അഷ്ടമത്തിലായിട്ട് കുറച്ച് കാലമായി. അപ്പോൾ ഈശ്വരനോടുള്ള ചേർച്ച നമുക്ക് കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുക. അതിപ്പോൾ ആരുടെയും തെറ്റല്ല. പുരാണത്തിൽ പല കഥാപാത്രങ്ങളെയും നമ്മളും കാണാം. ധർമ്മിഷ്ഠനായാലും എത്ര ശ്രേഷ്ഠനായാലും മനുഷ്യൻ ഒറ്റ ഒരു ചിന്ത കൊണ്ട് നമ്മുടെ എല്ലാ തലങ്ങളും മാറിപ്പോവും. അതുകൊണ്ട് തന്നെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും ഈശ്വര എന്ന ഭാവം ചേർത്തിട്ട് നമുക്ക് എല്ലാ വ്യവഹാരത്തെയും ആരംഭിക്കാൻ സാധിക്കുന്നവർക്ക് തുലാവക്കൂറുകാർക്ക് വളരെ നല്ലതാണ്. അല്ലാത്തവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഈശ്വര വിചാരമാണ് ഈ തുലാവക്കൂറുകാരുടെ മുഖ്യമായ വിഷയം. അതിനനുസരിച്ചിട്ടാണ് അവരുടെ കാര്യങ്ങൾ നീങ്ങുക. എങ്കിൽ സൗമ്യ
മായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും വിദ്യാഭ്യാസ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നോക്കൂ. വിദ്യാഭ്യാസവും ജോലിയും ഒക്കെ ഒരു സൈഡായിട്ടുള്ളതാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടം വരുന്നതാണ് എല്ലാവരും മനുഷ്യനും എന്നാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അത് തന്നെ മുഖ്യമായി ചിന്തിക്കുന്നതാണ് മനുഷ്യൻ്റെ എല്ലാ ദുഃഖത്തിനും കാരണം. ഒരു കാലഘട്ടം കഴിയുമ്പോൾ അതൊക്കെ സൈഡായിട്ടുണ്ട്. അങ്ങനെയും നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. അത് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവർക്കാണ് മനസ്സിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുക. അത്തരത്തിൽ തുലാവക്കൂറുകാരെ സംബന്ധിച്ച് വളരെ അനുകൂല സ്ഥിതിയാണോ വെച്ച് കഴിഞ്ഞാൽ 4-ാം ഭാവത്തിലെ ശുക്രനും വളരെ അനുകൂല സ്ഥിതി തന്നെയാണ് കൊണ്ട് കാട്ടുന്നത്. രാശിനാഥനാണ്. അതുകൊണ്ട് തന്നെ സകല സുഖങ്ങൾ അവരെ തേടിയെത്തുന്നതാണ്. മാനസിക ആരോഗ്യം അവർക്ക് കിട്ടുന്നതാണ്. ഭൗതിക എല്ലാ തരത്തിലുള്ള സുഖ സൗകര്യങ്ങൾക്കും ഒരു കാരണമായിട്ടുള്ള അനുകൂല സ്ഥിതിയാണ്. പലതരത്തിലുള്ള യാത്രകൾ അവർക്ക് ചെയ്യാൻ സാധിക്കാം. അതോടൊപ്പം തീർത്ഥാടനങ്ങൾക്കുള്ള ഒരു യോഗഭാഗ്യമുണ്ട്. അതൊക്കെ മനസ്സറിഞ്ഞ് പൂർത്തീകരിക്കാൻ സാധിക്കണം. ഏകാദശിയാണ് വരുന്നത്. ബുധനും വ്യാഴവും ഏകാദശി വ്രതത്തിൽ പങ്കുചേർന്നുകൊണ്ട് നിങ്ങൾക്ക് ആ വ്യാഴപ്രസാദം, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നുമേ വേണ്ട എന്ന് തന്നെയാണ്. നമ്മൾക്കത് രണ്ട് അഭിപ്രായമല്ല, അത് ഉറപ്പാണ്. അത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ എന്നാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾക്ക് നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ ഭഗവാനോട് സാധിക്കണം. ഈ തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ ശനിക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, നീരാഞ്ജനം ചെയ്യുക, ഭഗവതിക്ക് കുങ്കുമാർച്ചന ചെയ്യുക. അതോടൊപ്പം തന്നെ ചെത്തിപ്പുഷ്പം കൊണ്ട് പുഷ്പാഞ്ജലികളും അർച്ചനകളും അവനവന് സ്വമേധയാ വീട്ടിൽ വെച്ച് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി ക്ഷേത്രമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാറി നിൽക്കേണ്ട. മനസ്സുണ്ടായിക്കഴിഞ്ഞ് ഇതൊക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ, സാധിക്കണം എന്ന് പ്രാർത്ഥിക്കാം. വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളടങ്ങുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് 7-ാം ഭാവത്തിലുള്ള ഈ വ്യാഴത്തിൻ്റെ സഞ്ചാരം അനുകൂല സ്ഥിതിയാണോ വെച്ച് കഴിഞ്ഞാൽ അനുകൂല സ്ഥിതി തന്നെയാണ്. പക്ഷേ 4-ാം ഭാവത്തിലുള്ള ഈ കണ്ടകശനിയായിട്ട് സഞ്ചരിക്കുന്ന ശനിയുടെ ദോഷം എല്ലാത്തിനെയും അതിൻ്റെ മുകളിലാണ് സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ ധർമ്മ വിഷയങ്ങളിൽ, ധാർമ്മികമായ വിഷയങ്ങളിൽ അണുവിട തെറ്റാതെ പിഴക്കാതെ ജീവിക്കുന്നവർക്ക് മാത്രമേ വൃശ്ചികക്കൂറിൽ പറ്റുള്ളൂ. അല്ലാതെ അനർത്ഥത്തിലേക്ക് വന്നു ചേരും തന്നെയാണ് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്. കാര്യം ആ ബുധനാണ്. ആരംഭിക്കുന്നതിൻ്റെ അതിനേക്കാളും വേഗത്തിൽ അത് ഇല്ലാണ്ടായി പോകും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. ആരംഭ ശൂന്യം എന്നൊക്കെ പറയാറില്ലേ, അതുപോലെയാണ് ഈ ഒരു കാലഘട്ടം കാണുക. ഒന്ന് മനസ്സ് വെച്ച് ആ മനസ്സിൻ്റെ ബലത്തെ ഒന്ന് നമുക്ക് കൂട്ടാൻ സാധിക്കണം. അതിന് വ്യാഴത്തിൻ്റെ പ്രസാദം കൂടിയേ തീരൂ. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക വളരെ അനുകൂല സ്ഥിതിയിലായിരിക്കുന്ന ഈ വ്യാഴത്തെ പ്രസാദിപ്പിക്കാൻ വളരെ എളുപ്പം. നമ്മൾ കൂടി വിചാരിച്ചാൽ പെട്ടെന്ന് തന്നെ അല്ലേ. മതംഗസംഗസ്യ ഫലം ന ദൂരെ എന്നാണ് ഭട്ടതിരിപ്പാട് നാരായണത്തിൽ എഴുതി വെച്ചിട്ടുള്ളതെന്നാണ്. ഭഗവാനെ ചിന്തിക്കാൻ തോന്നുന്നുള്ള ഒരു വിഷമേ ഉള്ളൂ നമുക്ക്. ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ അടുത്താണ്. ഗ്രഹങ്ങളും ഈശ്വരനും ഒക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കും എന്നാണ് നമുക്ക് ആത്യന്തികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. അങ്ങനെ ഒരു ചിന്തയിൽ തന്നെ നമുക്ക് നീങ്ങണം. നമ്മളാരും അതിന് യോഗ്യത കുറവില്ല. കുറച്ച് ആൾക്കാർ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളവർ, കുറച്ച് പേര് ക്ഷേത്രവും ഈ അമ്പലവുമായി ബന്ധപ്പെട്ടവരോ, അതൊന്നല്ല ഇതിൻ്റെ അർത്ഥം. നമ്മളെല്ലാവർക്കും ഇത് ചെയ്യാനാണ് ഇങ്ങനെ എല്ലാവരും ഇത് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമാണ് ഇത്തരത്തിലുള്ള വിഷയത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാര്യം ഇത് വിശ്വാസത്തിലും ഉപരിയായിട്ടുള്ള ഒരു ഗൗരവമായിട്ടുള്ള വിഷയമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ട ഒരുപാട് കാര്യങ്ങളാണ്. ജ്യോതിഷം അത്രേ പറയുള്ളൂ. അത് നമ്മൾ അറിയാതെ കേട്ടുപോകും. കാര്യം എന്താ, അത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ ആ ഒരു ശ്രദ്ധയുണ്ടായാൽ തന്നെ നമ്മുടെ ജീവിതം ആരാലോ നിയന്ത്രിക്കപ്പെടും എന്നാണ്. വ്യാഴ പ്രസാദത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ വളരെയധികം ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. ചതിവ്, വഞ്ചന ഇതൊക്കെ വരാനുള്ള ഒരു കാലഘട്ടമാണ്. വിശ്വസിച്ച് കൂടെ നിന്നവരൊക്കെ ചതിക്കാനുള്ള ഒരു കാലഘട്ടമാണ്. ഇത് പറഞ്ഞതുകൊണ്ട് ആരും ചതിക്കൊന്നുമില്ല, ആരും ചതിയന്മാരൊന്നും ആവില്ല. നമ്മളും അതിനെ അറിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാണ്. നമ്മളെ ചതിക്കാൻ നമ്മൾ തന്നെ കൂട്ടു നിൽക്കുകയാണ്. നമ്മൾക്ക് തിരിച്ചറിയാനുള്ള ഒരു ബോധം നഷ്ടപ്പെടുകയാണ്. എപ്പോഴും ഒരു ദിവസം വരുമ്പോഴേക്കാണ് അറിയുന്നത് പണ്ടേ ചതിച്ചു എന്നാണ്. അപ്പോൾ ആ തിരിച്ചറിവിനൊക്കെയാണ് ഈശ്വരനെ പ്രാർത്ഥിക്കുക. മഹാസുദർശന യന്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ മനസ്സിൻ്റെ പലതരത്തിലുള്ള വിചാരങ്ങളെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്ന് ആചാര്യന്മാർ പറയണു. ഇന്നും നമുക്കതിനെ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അത്തരത്തിൽ സുദർശന യന്ത്രം ധരിച്ച് സുദർശന മന്ത്രത്തെ നിത്യം 11 പ്രാവശ്യം നിത്യം മഹാസുദർശന മന്ത്രത്തെ ജപിച്ച് എല്ലാ കർമ്മത്തിലേക്കും ആരംഭിക്കാൻ തുടങ്ങിയ സകല ദുരിതങ്ങളും ഈ വൃശ്ചികക്കൂറുകാർക്ക് മാറി വരുന്നത് കാണാം. ആ
ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഔഷധം കഴിക്കുന്നവർ കൂടിയിട്ടുണ്ടാവാം. വൃശ്ചികക്കൂറിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ആരോഗ്യ ക്ലേശങ്ങളിലാണ് ഉള്ളത്. പ്രത്യേകിച്ച് അവർക്ക് രക്തസംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ, ശിരോരോഗങ്ങൾ, ഞരവിനെ ബാധിക്കുന്ന രോഗങ്ങൾ, അസ്ഥിരോഗങ്ങൾ, ഇതൊക്കെ വന്നു ചേരാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അനാരോഗ്യ വിഷമങ്ങളുള്ളവർ ദേവീക്ഷേത്രത്തിൽ നിർബന്ധമായി ദർശനം നിങ്ങൾ ചെയ്തു നോക്കൂ, അതിൻ്റെ മാറ്റം വരും. മഹാഗുരുതി പുഷ്പാഞ്ജലി ചെയ്യുക, കടുംബായസം ചെയ്യുക. അധികസ്യ അധികം ഫലം. എത്ര കണ്ട് നമ്മൾ അധികം മനസ്സുകൊണ്ട് സമർപ്പിക്കുന്നു അത്ര കണ്ട് അതിൻ്റെ ഒരു ഗുണം നമ്മൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. അത്തരത്തിലൊന്ന് ക്ഷേത്ര ദർശനങ്ങളിലേക്കും മനസ്സിനെയും കൊണ്ടുപോകാൻ സാധിക്കുക. ശനീശ്വരന് വീണ്ടും വഴിപാട് ചെയ്യാൻ സാധിക്കുക. വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ അനുകൂല സ്ഥിതിയാണ്. വിദേശ കാര്യത്തിൽ പറഞ്ഞല്ലോ, അനുകൂല സ്ഥിതി തന്നെയാണ്. ജോലി ഉള്ളവർ അത് ഒഴിവാക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ചേരണമെങ്കിൽ ഇനി വലിയ പണിയാണ്. അതുകൊണ്ട് ഇനി മാർച്ച് മാസം വരെ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് വൃശ്ചികക്കൂറുകാർ. ഏതായാലും ഈ ഒരു 2-2.5 കൊല്ലത്തോളായി ഈ ഒരു ശനിയുടെ ദോഷം അനവധി ആൾക്കാരുടേത് കാണാൻ പറ്റാറുണ്ട്. വളരെ അപൂർവ ആൾക്കാർക്ക് ഒരു സമാധാന ജീവിതം കിട്ടുന്നുള്ളൂ. അതിപ്പോൾ ആരുടെയും പിഴയല്ല, ആരുടെയും കുറ്റമല്ല. നമ്മളുടെ ജീവിതത്തിൽ അതിനേക്കാളും നല്ലൊരു അവസ്ഥയിലേക്ക് എത്താനാണ് എന്നും അത്രേ ഉറപ്പിക്കാൻ പാടുള്ളൂ എന്നാണ്. അത്രേ വരാറുള്ളൂ. അതാണ് അതിൻ്റെ സത്യം. ഒരാളൊരിക്കലും അങ്ങനെ നശിച്ചു പോവാറുമില്ല. അവനവൻ കൂടി വിചാരിക്കുമ്പോഴല്ലേ സാധിക്കുള്ളൂ. വൃശ്ചികക്കൂറുകാർ ഇതൊക്കെ ഒന്ന് മനസ്സിൽ ചേർത്ത് വെക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യഭാഗങ്ങൾ അടങ്ങുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് ധനുക്കൂറിൽ ആ ആദിത്യൻ വളരെയധികം അനുകൂല സ്ഥിതിയിൽ 9ാം ഭാവപതിയായ ആദിത്യനാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സകല കാര്യത്തിലും ഒരു തെളിച്ചവും പ്രകാശവും ആത്മപ്രകാശവും അങ്ങനെയാ പറയാം. എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസം വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. എല്ലാത്തിലും ഒരു 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 മാനസികമായിട്ടുള്ള ഒരു പ്രൗഢി വർദ്ധിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ ഈ ഒരു മാസം. അതോടൊപ്പം 2ാം ഭാവത്തിൽ ശുക്രനുള്ളത് കൊണ്ട് സാമ്പത്തികമായ അനേകം ക്രയവിക്രയങ്ങൾ നടന്നു വരും. അപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ടുള്ള ഈ ഒരു നല്ല കാലഘട്ടമാണ്. സാമ്പത്തികമായിട്ട് ഈ ശുക്രൻ്റെ ഒരു സ്ഥിതി കുറച്ചു കാലം കൂടി ഉണ്ട്. ഇപ്പോൾ അത് വളരെയധികം അനുകൂലത്തിലേക്കാണ് എത്തിക്കുക. ഈ ധനുക്കൂറുകാരെ വലിയൊരു സാമ്പത്തിക ആസ്തി അവരിലേക്ക് അപ്രതീക്ഷിതമായി ചെറിയ കാലഘട്ടത്തിൽ വന്നു ചേരുന്നതായിട്ട് അനുഭവത്തിൽ വരും. നല്ലതുപോലെ പ്രയത്നിക്കുന്നവർക്കാണ് ഇത് കിട്ടുക. അതോടൊപ്പം തന്നെ 3ാം ഭാവത്തിൽ ശനീശ്വരൻ്റെ സഞ്ചാരം അശ്രദ്ധ നല്ലതുപോലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അമിതമായ രഹസ്യങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ആ ഒരു ഐശ്വര്യത്തെ നശിപ്പിക്കാനുള്ള സാധ്യതയാണ്. ആ 3ാം ഭാവത്തിൽ ശനിക്ഷേത്രത്തിലുള്ള ശുക്രനാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ 3ാം ഭാവത്തിൽ വിക്രമസ്ഥനായ ശനി സ്വക്ഷേത്രാധിപതിയായി കുംഭൻ രാശിയിലായതുകൊണ്ട് തന്നെ അനവധി വിഷയങ്ങളിൽ അസത്യമായിട്ടുള്ള വിഷയങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത ശ്രദ്ധിക്കേണ്ടതുണ്ട്. 4ാം ഭാവത്തിൽ രാഹുവിൻ്റെ സഞ്ചാരം ആയതുകൊണ്ട് വാഹനാദി വിഷയങ്ങളിൽ, ക്രയവിക്രയാദികൾ, ഭൂമി ഇടപാടുകളിലൊക്കെ ഒരു പൂർണ്ണതമായ ഒരു തൃപ്തിക്കുള്ള ഒരു സാധ്യത കുറവാണ്. അതോടൊപ്പം തന്നെ ധനുക്കൂറുകാരെ സംബന്ധിച്ച് 6ാം ഭാവത്തിലുള്ള വ്യാഴത്തിൻ്റെ സർവേശ്വരകാരകൻ്റെ ഒരു അനിഷ്ടസ്ഥിതിയാണ്. ഷഷ്ടം ദ്വാദശമഷ്ടമം ച മുനയോഭാവാൻ. ഈ ഒരു അനിഷ്ടസ്ഥിതനായ വ്യാഴത്തിൻ്റെ ഒരു പ്രഭാവത്തിൻ്റെ ഒരു അനിഷ്ടസ്ഥിതിയാണ് ഇതിനൊക്കെ ഒരു ഹേതുവായിട്ട് മാറുക. ആ ഒരു ഹേത്വർത്ഥമായിട്ട് വർത്തിക്കുന്ന വ്യാഴത്തിനെ നല്ലതുപോലെ പ്രസാദിപ്പിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം കഴിച്ച് ഗുരുവായൂരപ്പന് തുളസിമാല ചാർത്തി നെയ്വിളക്ക് ചാർത്തി സമർപ്പിച്ചു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം ഈ ഒരു ദുഃഖത്തിൽ നിന്നും ഉണ്ടാവാം, ഇങ്ങനെയുള്ള വിഷമത്തിൽ നിന്ന് ഉണ്ടാവാം എന്ന് ഓർമ്മിപ്പിക്കട്ടെ. അതോടൊപ്പം അകാരണമായ ആരോഗ്യ ക്ലേശങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അകാരണമായ അശ്രദ്ധ കൊണ്ട് വന്നു ചേരുന്ന ആരോഗ്യ ക്ലേശങ്ങളും എങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള വിഷയങ്ങളിൽ പൂർണ്ണമായ ഒരു തൃപ്തി കിട്ടാനോ അല്ലെങ്കിൽ അത് വിചാരിച്ചതുപോലെ പൂർത്തീകരിക്കാനുള്ള സാധ്യത കുറവാണ് ഈ ഒരു ധനുക്കൂറുകാരെ സംബന്ധിച്ച്. മറ്റുള്ള കർമ്മ മേഖലകളിൽ പുരോഗതി എന്ന് പൂർണ്ണമായി പറയാൻ വേണ്ടി സാധിക്കില്ല. മാനസിക ചാഞ്ചല്യം കർമ്മ മേഖലയിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു തീരുമാനങ്ങൾ എപ്പോഴും ഒരു സ്വസ്ഥതയെ കെടുത്തുന്ന ഒരവസ്ഥയുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ശനിക്ഷേത്ര ദർശനം ചെയ്യുക, നീരാഞ്ജനം ചെയ്യാൻ സാധിക്കുക, ശാസ്താക്ഷേത്ര ദർശനം, അയ്യപ്പ ക്ഷേത്ര ദർശനം, മുത്തപ്പ ക്ഷേത്ര ദർശനം, ശനിക്ക് ശാസ്താവ് അയ്യപ്പൻ, വേട്ടക്കൊരു മകൻ, ഇങ്ങനെ തദ്ദേശീയമായി ഏതേതൊക്കെ ആരാധനകളാണോ നമുക്ക് ഈ ശനീശ്വരനുമായി ചേർത്ത് വെക്കാറുള്ളത് അതിനൊക്കെ പൂർത്തീകരിക്കുക. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്താൻ സാധിക്കുക,
വെണ്ണ നിവേദ്യം നടത്തുന്നത് ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ മാറുന്നതിനും വെണ്ണ കൊണ്ട് മുഴുക്കാപ്പ് ചാർത്തുന്നത് അതൊക്കെ വളരെയധികം അനുകൂലത്തിലാണ് ഈ ഒരു വാരത്തിൽ. വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക, അതോടൊപ്പം തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനവും പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ ഈ ഒരു വാരത്തിൽ ധനുക്കൂറുകാരെ സംബന്ധിച്ച്. ഉത്രാടത്തിൻ്റെ ആദ്യഭാഗം, തിരുവോണം, അവിട്ടം തുടങ്ങിയതായ നക്ഷത്രങ്ങളടങ്ങുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു മകരക്കൂറിൽ പെട്ടിട്ടുള്ള ശുക്രൻ്റെ ഉദയവും 12ാം ഭാവത്തിലെ ആദിത്യൻ്റെ ഒരു സ്ഥിതിയും 2ാം ഭാവത്തിലെ ശനിയും 5ാം ഭാവത്തിലെ വ്യാഴവും ഇതൊക്കെ വളരെയധികം ചർച്ച ചെയ്യാനുള്ള ഒരു രാശിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ആത്മപ്രഭാവം കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്തിനു വേണ്ടി അറിയാത്തതായ ഒരു വിഷമമോ വാശിയോ ഒരു തൃപ്തിയില്ലായ്മയോ ഉണ്ടാവാം മനസ്സിനെ അലട്ടുന്നൊരു കാലഘട്ടമായിട്ട് തോന്നുന്നു. അതോടൊപ്പം സാമ്പത്തികമായ കാര്യത്തിൽ രഹസ്യങ്ങളില്ലാതെ കൊണ്ടുപോകാൻ നോക്കുക, വഞ്ചനകൾക്ക് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ സഹോദര ബന്ധങ്ങളിൽ ഒരു ശ്രദ്ധയുണ്ടാവേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. അകാരണമായ തെറ്റിദ്ധാരണകളും അകാരണമായ വിഷമങ്ങളൊക്കെ ഉണ്ടാവാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നീങ്ങാൻ സാധിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ഉള്ളവരെ സംബന്ധിച്ച് അവരുടെ കാര്യങ്ങളിലൊക്കെ ഒരു ഉത്സാഹം വരുന്നതായിട്ട് കാണാം. എല്ലാ കാര്യത്തിലും ഒരു പൂർണ്ണ ഒരു ഉത്സാഹത്തോടു കൂടി നീങ്ങുന്നതും എന്താ പറയുക, ഒരു സന്തോഷം വിവാഹ കാര്യത്തിൽ അടുത്ത് വരുമ്പോഴല്ലേ ഉണ്ടാവുള്ളൂ. പ്രണയ സാഫല്യം എന്നൊക്കെ പറയാം. അതൊക്കെയുള്ള ഒരു കാലഘട്ടമാണ് ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച്. സാമ്പത്തികമായിട്ടുള്ള ഒരു എന്താ പറയുക, ഈശ്വരാധീനത്തിനനുസരിച്ച് നമുക്കത് വർദ്ധിപ്പിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. മറ്റതിപ്പം ആ ശനിയുടെ ഒരു സ്ഥിതി കൊണ്ടാണ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ വല്ലാണ്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതാണ് അത് പറയാൻ കാരണം. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ വരും. സാമ്പത്തികമായിട്ട് നല്ലതുപോലെ ശ്രദ്ധിച്ചിട്ട് പോകുന്നവരെ സംബന്ധിച്ച് അതിന് കേടുപാടൊന്നും വരില്ല. ഇനി ഒരുപാട് കിട്ടിയില്ലെങ്കിൽ നഷ്ടം വരാൻ സാധ്യതയില്ലാത്തൊരു വാരം തന്നെയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക. ആ ഒരു ആദിത്യ ക്ഷേത്രത്തിൽ, അതോടൊപ്പം തന്നെ ശിവക്ഷേത്രത്തിൽ കൂവളമാല, ധാര, പിൻവിളക്ക്, നെയ്വിളക്ക് ഇത് പറ്റുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ തിങ്കളാഴ്ച ചെയ്യാൻ സാധിക്കുക. അത് വളരെയധികം ഒരു സമാധാനം നിങ്ങൾക്ക് കൊണ്ടെത്തിക്കും. അതോടൊപ്പം തന്നെ മനസ്സിൻ്റെ സമാധാനം ആണെങ്കിൽ ആരോഗ്യപരമായ ക്ലേശങ്ങൾ വിട്ടകലാൻ വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം ചെയ്യുക, ഗുരുവായൂരപ്പനെ അടുത്ത് പോകാൻ പറ്റുന്നവരോ ചെയ്യിക്കാൻ പറ്റുന്നവരോ വാകച്ചാർത്ത് ചെയ്യുക, എണ്ണയാടുക, ഇതൊക്കെ നമുക്ക് ക്ഷേത്രങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. അതോടൊപ്പം ശനിക്ക് നീരാഞ്ജനം തുടങ്ങിയതായ വഴിപാടുകളും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ശനീശ്വരൻ്റെ അഷ്ടോത്തരം ചെല്ലാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആ ശനിക്ഷേത്രത്തിലുള്ള മകരക്കൂറുകാർക്ക് വളരെയധികം നല്ലതാണ് ഈ ഒരു വാരത്തിൽ. അവിട്ടം, ചതയം, പൂരുട്ടാതി ആദ്യ ഭാഗങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ജന്മശനിയും 4ാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ഒരു സ്ഥിതിയും 12ൽ ശുക്രനും 11ൽ ആദിത്യനും ഇതൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള ഗ്രഹങ്ങളാണ് ഈ ഒരു കുംഭക്കൂറിൻ്റെ ചുറ്റുപാടുമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 2ാം ഭാവത്തിൽ രാഹുവും. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. കുംഭക്കൂറിലുള്ളവർ കുറേ ആൾക്കാർ കമൻ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കമൻ്റ് ചെയ്തതിനെ കൊണ്ടൊന്നും എന്നോട് പിണങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. കാര്യം നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം, അതേ ഇപ്പോൾ പറയാനുള്ളൂ. നിങ്ങൾ നല്ലതുപോലെ പ്രാർത്ഥനകൾ ശനീശ്വരനെ ചെയ്താൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ മാനസികമായ ആരോഗ്യത്തിന് ഒരു തെളിച്ചം ഉണ്ടാവുന്നതാണ്. ഒരു അകാരണമായ ഒരു ഭയം ഉണ്ടായിരുന്നു ഈ കുംഭക്കൂറുകാർക്ക്, അതൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അതോടെ 12ാം ഭാവത്തിലുള്ള ശുക്രൻ സാമ്പത്തികമായ ഒരു വെല്ലുവിളി തന്നെയാണ് ഈ ഒരു വാരത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കുക. നല്ലതുപോലെ ശ്രദ്ധിച്ച് ചിലവാക്കണം, നല്ലതുപോലെ അത് ഏൺ ചെയ്യാൻ സാധിക്കണം. അതൊക്കെ കുംഭക്കൂറുകാർക്കൊന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാരമായിട്ടാണ്. വിവാഹാദി വിഷയങ്ങളിൽ ഈ ഒരു വാരത്തിൽ തടസ്സമില്ലാതെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. വിവാഹ വിഷയങ്ങൾ അതൊക്കെ അനുകൂലത്തിലേക്ക് കൊണ്ടുവരിക്കാൻ സാധിക്കുന്ന ഒരു വാരമാണ്. ശ്രദ്ധയോട് നീങ്ങാൻ സാധിക്കുക. പ്രണയ സാഫല്യത്തിനുള്ള ഒരു കാര്യമുണ്ട്. പ്രണയ ദാമ്പത്യ ജീവിതം അനുകൂലമായിട്ട് തന്നെ തീരും എന്ന് പ്രതീക്ഷിക്കട്ടെ. ഒപ്പം വാഹനാദി വിഷയത്തിലും ഭൂമി സംബന്ധപ്പെട്ടുള്ള ഇടപാടൊക്കെ അനുകൂലപ്പെട്ട് വരാനാണ് ഈ കുംഭക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ വളരെയധികം സാധ്യത. ശനിക്ഷേത്ര ദർശനം ചെയ്യുക, നീരാഞ്ജനം ചെയ്യാൻ സാധിക്കുക. അതോടൊപ്പം ശനീശ്വരായ നമ എന്നീ ശനിയുടെ ഈ ഈശ്വരൻ ശനി മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ശനീശ്വരനെ നല്ലതുപോലെ ഭജിച്ചാൽ തന്നെ ആ ഈശ്വരൻ എന്നുള്ള ഒരു ഭാവം നമ്മുടെ ഉള്ളിൽ വരുന്നതാണ്. അത് നമ്മൾ പുറത്ത് കാണിക്കാനല്ല, നമ്മുടെ ഉള്ളിൽ എല്ലാത്തിനെയും ഒന്ന് നിയന്ത്രിക്കാനുള്ള ഒരാളുണ്ട് എന്നൊരു തോന്നലാണ്. അതിനാണ് ശനീശ്വരനെ നമുക്ക് ധാർമ്മികമായ വിഷയത്തിൽ നിന്നും
തെന്നിപ്പോവാതിരിക്കാൻ കൂടിയാണ് പ്രത്യേകിച്ച് കുംഭൻ രാശിക്കാർ അതൊന്ന് പൂർത്തീകരിക്കാൻ സാധിക്കുക. വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക, ഭഗവതിക്ക് നല്ലതുപോലെ പ്രാർത്ഥനകൾ ചെയ്യുക. 6-ാം ഭാവത്തിലുള്ള ചൊവ്വ എന്നുള്ളത് തന്നെ അനാരോഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. വിക്രമസ്ഥനായ ചൊവ്വയാണ് 6-ാം ഭാവത്തിൽ. ശത്രുദോഷങ്ങൾക്കുള്ള സാധ്യതയാണ്. അകാരണമായ ശത്രുക്കളെ ഉണ്ടാക്കാണ്ടിരിക്കുക. ഇപ്പോൾ ശത്രുക്കൾ ഇല്ലാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ അതിന് രണ്ടാമതൊരു ഉത്തരവൊന്നും പ്രതീക്ഷിക്കേണ്ട. എല്ലാവർക്കും ശത്രുക്കളുണ്ട്. അങ്ങനെ ശത്രുക്കളില്ലാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇപ്പോൾ ഒരാളെ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. ഇത് കലിയുഗമാണ്. അതിനു വേണ്ടിയിട്ടാണ് ആ കലിയുഗത്തിൻ്റെ അവസാനത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവ് 10,000 ആൾക്കാരാണ് മൂപ്പർക്ക് ശത്രുക്കൾ ഉണ്ടായിട്ടുള്ളതെന്ന് എപ്പോഴും തോന്നിയിട്ടുണ്ട് അത്ഭുതമായിട്ട്. ഗുരുവായൂരപ്പൻ എങ്ങനെയാണ് ശത്രുക്കൾ വരിക നോക്കൂ നിങ്ങൾ. എത്ര പാവമായിട്ടിരിക്കുന്ന ഒരാളാണ്. മൂപ്പർ ഒരാളോടും പ്രശ്നത്തിന് പോയിട്ടില്ല. പക്ഷേ സുതശതാനി കൃതോ ഒരു താരഹ, 10,000 ആൾക്കാരെ കൊന്നൊടുക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരമമായ ശത്രുക്കളാണ്. അവരെ ഒന്നും കൊന്നില്ലെങ്കിൽ, അവരെ ഒടുക്കിയില്ലെങ്കിൽ എല്ലാവരെയും നശിപ്പിക്കുന്ന. അപ്പോൾ ശത്രുതാഭാവം എന്നുള്ളത് 2 തരത്തിലാണ്. ശത്രുതാഭാവം, ശത്രുഭാവം. ഇത് രണ്ടും നമ്മുടെ ഇടയിലുണ്ട്. എല്ലാ കാലത്തും യുദ്ധങ്ങളുണ്ടെങ്കിൽ പിന്നെ ശത്രുക്കൾ തന്നെയല്ലേ. അത് മാത്രം ആലോചിച്ചാൽ പോരെ. അപ്പോൾ 2 തരത്തിലുള്ള ശത്രുദോഷങ്ങളെ നമ്മൾ പഠിക്കണം. ഒന്ന് നമുക്ക് മറ്റുള്ളവരിലേക്കുള്ള ഹിംസാഭാവം, മറ്റൊന്ന് നമ്മൾ നന്നാകുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും നമ്മിലേക്കുള്ള വാക്കുകൊണ്ടും നോട്ടം കൊണ്ടുള്ള ദുരിതങ്ങൾ. ഇതൊക്കെ തീർക്കാൻ നമുക്ക് ഈ ഭഗവതിക്കാണ് ഏറ്റവും കൂടുതൽ. കാരണം രാജസമായിട്ടുള്ളതാണ്. മറ്റുള്ളവരുടെ പുറത്തേക്ക് വിക്ഷേപിക്കുന്ന ദൃഷ്ടിയും വാക്കും പ്രവൃത്തിയുമാണ് നമ്മൾക്ക് ദോഷമാവുന്നെങ്കിൽ അതേ രീതിയിലുള്ള അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു എനർജി നമുക്ക് ഉണ്ടാക്കുക. അതിനാണ് സത്യത്തിൽ ഈ മന്ത്രവാദവും ശത്രുദോഷം എന്നൊക്കെ പറയാം. അതിനെ ഇന്നിപ്പോൾ എന്തൊക്കെയോ അബദ്ധ ജഡിലാക്കി മനസ്സിലാക്കി. കാര്യം ഇന്നിപ്പോൾ ഈ 2 തരത്തിലുള്ള ഇതാണ് ശത്രുദോഷം എന്നുകൂടി മനസ്സിലാക്കിയവരില്ല. കുറേ ആൾക്കാർ മാന്യന്മാരാവാൻ വേണ്ടിയിട്ട് അവനവനാണ് ശത്രു എന്നൊക്കെ പറയുന്നല്ലാതെ അതൊന്നല്ല അടിസ്ഥാനമായ ശാസ്ത്രം. ഇവിടെ ഒന്ന് വളരുമ്പോൾ ഒന്ന് തളരും. ഇത് കലിയുഗാണ് എന്ന് മനസ്സിലാക്കുക. സത്യം നാസ്തി തപശൗചം ദയാദാനം ന വിദ്യതേ. ഇതൊന്നും ഇല്ലാണ്ടായിരുന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കളവുണ്ടാവില്ലേ, അവിടെ ശത്രുക്കൾ ഉണ്ടാവില്ലേ, തട്ടിപ്പറിക്കില്ലേ, ഇതൊക്കെ ചെയ്യും. ശത്രുദോഷം വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മനസ്സിനെ ചേർത്ത് വെക്കാനാണ് ഇതൊക്കെ പറഞ്ഞത്. അത് കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ അടങ്ങുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു വാരത്തിൽ 11-ലുള്ള ശുക്രൻ ധാരാളം സമ്പത്തിനെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. 5-ാം ഭാവത്തിലുള്ള 2-ാം ഭാവപതിയായ ഈ ഒരു ചൊവ്വ എന്നുള്ളത് അനവധി ധനത്തെ കൊണ്ടുതരും, അനവധി ഭൂമിയെ കൊണ്ടുതരും. അമിതമായ ലാഭമാണ് ഈ ഒരു വാരത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നീങ്ങിയാൽ നിങ്ങൾക്ക് കിട്ടുക. യാതൊരു സംശയവുമില്ല. അത് വേണ്ടതുപോലെ ചേർത്ത് വെക്കാൻ സാധിക്കണം. കർമ്മ മേഖലയിൽ ചിന്തിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. അതേ ശ്രദ്ധയോടെ നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുക. ഗുരുവായൂരപ്പനെ വിടാതെ തുടരുക. വിഷ്ണു ക്ഷേത്രത്തിൽ ദിവസവും പറ്റുണ്ടെങ്കിൽ പോവുക. 2 നേരം പോയാൽ അത്രയും നല്ലത്. അത്രയും ഉയർച്ച നിങ്ങൾക്ക് ഈ ഒരു വാരത്തിൽ പ്രത്യക്ഷത്തിൽ അനുഭവിക്കാം. നെയ്വിളക്ക് സമർപ്പിക്കുക, വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക, അതോടൊപ്പം തന്നെ തദ്ദേശീയമായ വഴിപാടുകൾ ചെയ്യുക. ഏറെക്കുറെ ഗ്രഹങ്ങളൊക്കെ വളരെ അനുകൂല സ്ഥിതിയിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ 12-ലെ ശനി ഒഴിച്ചു കഴിഞ്ഞാൽ അത് അത്ര വലിയൊരു ദുരിതമായിട്ടല്ല ഈ ഒരു കാലം വരിക. ഭഗവാനെ നല്ലതുപോലെ പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം ചെയ്യുക, ശനിക്ഷേത്ര ദർശനം ചെയ്യുക. അതോടെ ഈ വിദ്യാഭ്യാസപരമായി എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അതുകൂടി മാറും. അശ്രദ്ധ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചെറുപ്പക്കാരായിട്ടുള്ളവരും ചെറിയ കുട്ടികളായിട്ടുള്ളവരും പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ സഞ്ചരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അപവാദത്തിനും മറ്റുള്ളൊരു യോഗമുണ്ട്. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നീങ്ങണം. ഐക്യത കുറവിനുള്ളൊരു യോഗമുണ്ട്. ഐകമത്യ പുഷ്പാഞ്ജലി ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ നല്ലതാണ്. വിവാഹാദി തടസ്സങ്ങൾ മാറുന്നതിനും ആ വിഷയങ്ങൾക്ക് എല്ലാത്തിനും വളരെ അനുകൂലമാണ്. അത് നിങ്ങൾ ഐകമത്യ പുഷ്പാഞ്ജലി ചെയ്യുക. നമ്മൾ മാത്രം ചേരണം എന്ന് വിചാരിച്ചാലൊന്നും ഇന്ന് ചേരുന്നില്ല. ഇന്നിപ്പോൾ കല്യാണം കഴിഞ്ഞു എന്നേ പറയാൻ പറ്റുള്ളൂ എന്നാണ്. പെണ്ണ് കണ്ട് പോയാൽ കൂടി അവിടുന്ന് അതൊന്നും ഉറപ്പിക്കാനായില്ല. നിശ്ചയിച്ചായാലും ഉറപ്പിക്കാനായില്ല. ഡേറ്റ് ഉറപ്പിച്ചാലും ഉറപ്പിക്കാനായില്ല. ഇനിയിപ്പോൾ കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ കഴിഞ്ഞു. കാര്യം ഇന്നാൾ എവിടെയോ കേട്ടു, കഴിഞ്ഞ ഉടനെ ഇറങ്ങിപ്പോയി കേട്ടു. അതുകൊണ്ട് പിന്നെ അതും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഈശ്വരാധീനം ഉണ്ടെങ്കിലേ മനസ്സ് ഇതിലൊന്നും ചലിക്കാതിരിക്കുള്ളൂ, ആ വിഷമങ്ങളൊക്കെ നീങ്ങുള്ളൂ. അതിന് ഐക്യത ഉണ്ടാവട്ടെ. ആത്യന്തികമായ മനസ്സാണ് ഐക്യതപ്പെടേണ്ടത് ഈ പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ എല്ലാത്തിലും. അതിനെ ചേർക്കാനാണ് ഈ വഴിപാട്. അല്ലാതെ കല്യാണം കഴിക്കാനുള്ള ബ്രോക്കർ ഫീസല്ല,
ക്ഷേത്ര ദർശനം, സ്വയംവര പുഷ്പാഞ്ജലി. അത് നമ്മുടെ മനസ്സിൽ അതിനൊരു ക്വാളിറ്റി ഉണ്ടാക്കലാണ്. അതാണ് വിദ്യാർത്ഥി എന്നുള്ളത്. വിദ്യ പഠിക്കാനുള്ള ഒരു ക്വാളിറ്റി, ഒരു അർഹത നേടുന്ന സമയത്താണ് അയാൾ വിദ്യാർത്ഥിയാവുക എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഭക്തനാവാനുള്ള ക്വാളിറ്റി, ആ ദോഷത്തെ മറികടക്കാനുള്ള ഒരു ക്വാളിറ്റി. മറ്റൊരാൾ നമ്മിലേക്ക് വരാനില്ല, മറ്റൊരാളുടെ ചിന്തകൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. ഭഗവാന്റെ ചിന്തകളിലൂടെ മാത്രമേ ഈ വിഷയങ്ങളെ നമ്മൾ മാറ്റാനും സാധിക്കുള്ളൂ. ഈ വാരഫലം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കത് ഗുണമായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം ചെയ്യുക. നമ്മൾ പലതരത്തിലുള്ള വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ അത് വളരെ ഉപകാരപ്രദമാണത്രേ. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള അവർക്കൊക്കെ എത്തിക്കുക. നിങ്ങൾക്കിത് ഇഷ്ടമായി ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. നന്ദി, നമസ്കാരം.